ഈ ഒരു മീൻകറി കണ്ടോ? ഇതിൽ ഞാൻ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണയും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും, 1 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ട് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി അതൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് അനുവദിക്കണേ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചവെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇതിന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് കണ്ടോ, ഇപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി നല്ലപോലെ മീനൊക്കെ വെന്ത് വരുമ്പോഴേക്കും നല്ല കട്ടിയുള്ള 1-ാം പാലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ചെറുതായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചാൽ മാത്രം മതി. ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന മീൻകറിയേക്കാളും ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇതിനി അങ്ങോട്ട് ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം. എൻ്റെ പൊന്നോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യല്ലേ.